എല്ലാ പേരും എത്തിയിട്ടുണ്ടല്ലോ. എല്ലാ പേർക്കും സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എല്ലാ പേരും സന്തോഷത്തിലാണല്ലോ. എന്താ, സാമൂഹ്യശാസ്ത്രം പഠിക്കാൻ ഇഷ്ടമാണെന്നാണോ? അതെയോ? ടീച്ചർക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാ കൂട്ടുകാർക്കും നിറഞ്ഞ സന്തോഷവും സ്നേഹവും ടീച്ചർ അറിയിക്കുകയാണ്. എങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലേ? ടീച്ചർ തന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് അധ്യാപകർക്ക് അയച്ചല്ലോ. അയച്ചു. ഓക്കെ. എങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയ ഭാഗം ഓർമ്മയുണ്ടോ? എന്താ? അതെ, ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് അധികാരികൾ പിൻവലിക്കാനിടയായ സാഹചര്യം അല്ലേ? ആ പോയിൻ്റുകൾ നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ? റെഡിയല്ലേ? ഓക്കെ. എന്തൊക്കെയായിരുന്നു? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, പിക്കറ്റഡ് ദ ഷോപ്സ് ദാറ്റ് സോൾ ഫോറിൻ ഗുഡ്സ്, വിദേശ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, ബാൻ ഫോറിൻ ക്ലോത്ത്സ്, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ ഓർ സ്വദേശി പ്രോഡക്ട്സ്. ലാസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരായി പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളുമൊക്കെ സംഘടിപ്പിച്ചു. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. മിടുക്കർ. എല്ലാ പേർക്കും ടീച്ചറിൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നല്ല ഓർമ്മശക്തിയുള്ള കൂട്ടുകാരാണ്. ഓക്കെ. എങ്കിൽ നമ്മൾ മിതവാദ ദേശീയതയുടെ കാലഘട്ടമാണ് പഠിച്ചു നിർത്തിയതല്ലേ? എങ്കിൽ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങിയാലോ? ചിത്രമൊന്ന് കണ്ടാലോ? ഓക്കെ, കണ്ടോളൂ. ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ ആരൊക്കെയാ? 3 പേർ ഒരുമിച്ചുള്ള ഒരു ചിത്രമായിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നു? പേര് താഴെ ഉണ്ടായിരുന്നു. വായിച്ചോ? അതെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവരുടെ പേര് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? എങ്കിൽ ഇവർ ആരാന്നറിയുമോ? അറിയില്ലല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. ഇവരായിരുന്നു തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രമുഖ നേതാക്കൾ. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. ടീച്ചർ ഒരു കാര്യം ചോദിച്ചോട്ടെ. എങ്കിൽ മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രമുഖ നേതാക്കൾ ആരെല്ലാമായിരുന്നു നമ്മൾ പഠിച്ചു? ഓർമ്മയുണ്ടോ? ആരൊക്കെയാ? ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത ആൻഡ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ. എങ്കിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. എന്താ ഈ തീവ്ര ദേശീയതയുടെ കാലഘട്ടം? മിതവാദ ദേശീയതയുടെ കാലഘട്ടം നമ്മൾ ഓർമ്മയുണ്ട്. എല്ലാം മിതമായ പ്രവർത്തനങ്ങൾ, നിയമത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് പീസ്ഫുൾ മെഷേഴ്സ്. എന്നാൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലോ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. എന്താ? വയലൻറ്റ് മെഷേഴ്സ്. അതായത് ബംഗാൾ വിഭജന സമരവും തുടർന്നുണ്ടായ സമര രീതികളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചു. അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ രൂപവും ഭാവവും നൽകുകയുണ്ടായി.
അതാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് നാം വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ആ മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രവർത്തന രീതികൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെയായിരിക്കാം അതിനുശേഷമുണ്ടായ സമരരീതികൾ തീവ്ര ദേശീയതയിലേക്ക് പോയത്, അല്ലേ? അതുതന്നെയാണ് പ്രധാന കാരണം. ഈ തീവ്ര ദേശീയ കാലഘട്ടത്തിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. ഇവരെ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട്. ദേ വെയർ ജോയിൻലി നോൺ എസ് ലാൽ ബാൽ പാൽ. ലാൽ ലാലാ ലജ്പത് റായ്, ബാൽ ബാലഗംഗാധര തിലക്, പാൽ ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ. ഈ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ കൂട്ടുകാർ ഒരു കാര്യം ഓർക്കണം, മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൽ അത്ര ശ്രദ്ധ പിടിച്ചു പറ്റിയില്ലായിരുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ തീവ്ര ദേശീയതയിലേക്ക് പോയതും. ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. മാത്രമല്ല പൊതുജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ലീഡേഴ്സ് ഓഫ് ദിസ് പീരിയഡ് വൺ കൺട്രി വൈഡ് അറ്റൻഷൻ ആൻഡ് ഇൻസ്പയർഡ് ദ മാസ്. വൺസ് മോർ, the activities of the leaders won country-wide attention and inspired the mass. പൊതുജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ആരുടെ പ്രവർത്തനങ്ങൾ? തീവ്ര ദേശീയ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. എങ്കിൽ ഈ തീവ്ര ദേശീയ കാലഘട്ടത്തിൽ പ്രമുഖ വക്താവ് ആരായിരുന്നു എന്നറിയുമോ? ഇല്ലല്ലേ? നമുക്ക് നോക്കാം. ആരായിരുന്നു? ബാലഗംഗാധര തിലക്. ബാൽ ഗംഗാധർ തിലക് വാസ് ദ ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദിസ് ഫേസ്. ഈ കാലഘട്ടത്തിലെ മുഖ്യ വക്താവ് ആരായിരുന്നു? ബാലഗംഗാധര തിലക്. അദ്ദേഹത്തെ ജനങ്ങൾ ആദരവോടെ ലോകമാന്യ എന്ന് വിളിച്ചിരുന്നു. ഹി വാസ് റിവേർഡ് ആസ് ലോകമാന്യ. ലോകമാന്യ എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അത് കേട്ടിട്ടുണ്ടെന്നല്ലേ? എവിടെയാ? ക്വിസ് മത്സരത്തിലാണോ? അപ്പോൾ എൻ്റെ മക്കൾ മിടുക്കരാണല്ലോ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ലോകമാന്യ എന്ന അപരനാമത്തിലാണ് ആരറിയപ്പെട്ടിരുന്നത്? തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ മുഖ്യ വക്താവായിരുന്ന ബാലഗംഗാധര തിലകിനെ അറിയപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല, മറാത്ത, കേസരി എന്നീ 2 പത്രങ്ങളും അദ്ദേഹം ആരംഭിച്ചു. ദ 2 ന്യൂസ് പേപ്പേഴ്സ് ഹീ സ്റ്റാർട്ടഡ് വെയർ മറാത്ത ആൻഡ് കേസരി. മറാത്ത, കേസരി എന്നീ 2 പത്രങ്ങൾ ആര് ആരംഭിച്ചു? ലോകമാന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബാലഗംഗാധര തിലക്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട്. അതും കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും. ക്വിസ് മത്സരത്തിനൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? നോക്കാമോ? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ പ്രഖ്യാപനമാണ്? ബാലഗംഗാധര തിലക്. ദ ഫേമസ് സ്ലോഗൻ ബാലഗംഗാധർ തിലക് വാസ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇതാരാ പറഞ്ഞത്? ആരാ? ലോകമാന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മറാത്ത, കേസരി എന്നീ 2 പത്രങ്ങൾ ആരംഭിച്ച തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ മുഖ്യ വക്താവായിരുന്ന ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകൾ. നമ്മൾ അടുത്ത് പോകുന്നത് ഒരു പട്ടിക പൂർത്തിയാക്കുന്ന പ്രവർത്തനത്തിലോട്ടാണ്. കംപ്ലീറ്റ് ദ ടേബിൾ. ടീച്ചർ പട്ടിക കാണിച്ചു തരാം. പട്ടിക കൂട്ടുകാർ കാണണം. പേനയും ബുക്കും റെഡിയാക്കി വയ്ക്കണം. പട്ടിക കാണൂ. കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറയാം. പട്ടിക കണ്ടോളൂ. പട്ടിക കണ്ടല്ലോ. എന്താ? 2 കോളംസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഒന്നാമത്തെ കോളത്തിൽ എന്താ? മിതവാദി നേതാക്കന്മാർ, മോഡറേറ്റ് ലീഡേഴ്സ്. രണ്ടാമത്തെ കോളത്തിൽ എന്താ? എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്, തീവ്ര ദേശീയ നേതാക്കന്മാർ. 2 കോളത്തിലും ഓരോ പേര് വീതം തന്നിട്ടുണ്ട്. എന്താ? ആദ്യത്തെ കോളത്തിൽ മോഡറേറ്റ് ലീഡേഴ്സിൻ്റെ കോളത്തിൽ ആരുടെ പേരാ? ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്ര ദേശീയ നേതാക്കന്മാരുടെ കോളത്തിൽ ആരുടെ പേരാ? ബാലഗംഗാധര തിലക്. കൂട്ടുകാരിപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഈ 2 കോളംസും ഒന്ന് പൂർത്തീകരിക്കണം.
അത് പ്രയാസമുള്ള കാര്യമല്ല, നമുക്കറിയാവുന്ന സംഗതിയാണ് അല്ലേ. അപ്പോൾ ഇപ്പം തന്നെ ഈ 2 കോളംസും, അതായത് മോഡറേറ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്, എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ് എന്ന് പൂർത്തീകരിക്കുമല്ലോ. പെട്ടെന്നൊന്ന് പൂർത്തീകരിച്ചേ. ശരി, ഹാവ് യു ഫിനിഷ്ഡ്? ഓക്കെ, എല്ലാവരും പട്ടിക പൂർത്തീകരിച്ചോ? ഓക്കെ, എങ്കിൽ പൂർത്തീകരിച്ച പട്ടിക നമുക്കൊന്ന് കാണണ്ടേ? കണ്ടു നോക്കാം. കണ്ടോളൂ. ശരി, ആ പൂർത്തീകരിച്ച പട്ടിക നോക്കിയേ. മോഡറേറ്റ് ലീഡേഴ്സിൽ ആരൊക്കെയാ? ഗോപാലകൃഷ്ണ ഗോഖലെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയാ? ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഓക്കെ അല്ലേ? തീവ്ര ദേശീയ നേതാക്കന്മാർ, എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിൻ്റെ കോളത്തിൽ ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ആരുടെ പേരാ? ബാലഗംഗാധർ തിലക്. ബാക്കി കാര്യം നമുക്ക് പൂരിപ്പിക്കാൻ ഒരു സംശയവും വേണ്ട. എന്താ? അവരെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട്. അപ്പോൾ ബാലഗംഗാധര തിലകിൻ്റെ പേര് 2ാമത്തെ കോളത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 2 പേര് കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ബിപിൻ ചന്ദ്രപാൽ, പിന്നെ ആരാ? ലാലാ ലജ്പത് റായ്. നമ്മൾ അടുത്ത ഭാഗത്തിലോട്ട് പോകുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണമാണ്. സർവേന്ത്യ മുസ്ലിം ലീഗ്. കൂട്ടുകാർ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും ടീച്ചർ അത് പറഞ്ഞു. ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേതാണ്? ഏതാ? 1857. ഓക്കെ, വെരി ഗുഡ്. 1857. അതിനുശേഷം ബ്രിട്ടീഷ് അധികാരികൾ അനുവർത്തിച്ച് വന്ന ഒരു തന്ത്രമുണ്ടായിരുന്നു, ഒരു പോളിസി ഉണ്ടായിരുന്നു. എന്താ അത്? അതെ, ഉറക്കെ പറഞ്ഞേ. എന്താ? ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ. ആ തന്ത്രമാണ് ബംഗാൾ വിഭജനത്തിലും നമ്മൾ കണ്ടത് അല്ലേ? അതെ. ഈ സാഹചര്യത്തിലാണ് ഈ വിവിധ വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക ദുഷ്കരമാണെന്ന് ആര് കണ്ടെത്തി? ബ്രിട്ടീഷ് അധികാരികൾ കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം, ദ ഫോർമേഷൻ ഓഫ് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഏത് വർഷമാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? 1906. എവിടെ വച്ചാണ്? ധാക്കയിൽ വച്ച്. ആരാ രൂപം കൊടുത്തത്? ആഗാഖാനും നവാബ് സലീമുള്ള ഖാനും. അപ്പോൾ 1906 ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്, സർവേന്ത്യ മുസ്ലിം ലീഗിന് രൂപം കൊടുത്തത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? മനസ്സിലായല്ലേ? ലിസൺ. ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ബൈ ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുള്ള ഖാൻ in Dhaka in 1906 during the movement against the partition of Bengal. ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചാലോ? ശരി, നോക്കിക്കോളൂ. സർവേന്ത്യ മുസ്ലിം ലീഗ് ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് മുസ്ലിം ലീഗിന് രൂപം കൊടുത്തത്. ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ബൈ ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുള്ള ഖാൻ ഇൻ ധാക്ക ഇൻ 1906 ഡ്യൂറിങ് ദ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. നമ്മൾ അടുത്ത് കടക്കുന്ന ഭാഗം സൂറത്ത് പിളർപ്പ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കണ്ടേ? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ? ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനം ശക്തിയാർജിച്ച് നിൽക്കുന്ന സമയം, ശക്തിപ്പെട്ട് നിൽക്കുന്ന സമയം അല്ലേ? ദേശീയ പ്രസ്ഥാനം, നാഷണൽ മൂവ്മെൻറ്റ് ശക്തിപ്പെട്ട് നിൽക്കുന്ന സമയം. ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, വിയോജിപ്പുണ്ടായി. എന്താ സംഭവിക്കുക? നമുക്കൊന്ന് നോക്കാമല്ലോ. നമ്മൾ പറഞ്ഞു എന്താ? ശക്തിപ്പെട്ട് നിൽക്കുകയാണ് ദേശീയ പ്രസ്ഥാനം അല്ലേ? ഈ ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തിപ്പെട്ട് നിൽക്കുന്ന സമയം. പക്ഷേ ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്തെ മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിൽ ഭിന്നിപ്പുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. ദ നാഷണൽ മൂവ്മെൻറ്റ് ബിക്കെയിം സ്ട്രോങ്ങർ വിത്ത് ദ അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. In this period, there was growing difference of opinion between the moderates and the extremists. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുക? ഇറ്റ് ലെഡ് ടു ദ സ്പ്ലിറ്റ്
in the Congress at its All India session at Surat in 1907. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂറത്തിൽ വച്ചുള്ള അഖിലേന്ത്യാ സമ്മേളനത്തിൽ മിതവാദികളും തീവ്ര ദേശീയവാദികളും വഴിപിരിഞ്ഞു. കോൺഗ്രസ് രണ്ടായി പിളർന്നു. അതാണ് നാം സൂറത്ത് പിളർപ്പെന്ന് പഠിക്കുന്നത്. ഒന്നുകൂടെ പറയാം ടീച്ചർ, ശ്രദ്ധിക്കണം. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനം നാഷണൽ മൂവ്മെൻറ്റ് ശക്തിപ്പെട്ടു നിൽക്കുന്ന സമയം. ഈ സമയത്ത് ദേശീയ പ്രസ്ഥാനം ക്രമേണ ദുർബലപ്പെടാൻ തുടങ്ങി. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ കാരണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തെ മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിൽ ഭിന്നിപ്പുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് എന്തിലേക്ക് നയിച്ചു? കോൺഗ്രസിനകത്തെ പിളർപ്പിലേക്ക് നയിച്ചു അല്ലേ? മിതവാദികളും തീവ്ര ദേശീയവാദികളും വഴി പിരിഞ്ഞു. അങ്ങനെ താൽക്കാലികമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ദുർബലപ്പെട്ടു. ശ്രദ്ധിക്കണം, താൽക്കാലികമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ദുർബലപ്പെട്ടു. ദ നാഷണൽ മൂവ്മെൻറ്റ് ബിക്കെയിം സ്ട്രോങ്ങർ വിത്ത് ദ അജിറ്റേഷൻസ് അഗൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഡ്യൂറിംഗ് ദിസ് പീരിയഡ് there was growing difference of opinion between the moderates and the extremists. It led to the split in the Congress at its All India session at Surat in 1907. It temporarily weakened the national movement. Listen, it temporarily weakened the national movement. ദേശീയ പ്രസ്ഥാനത്തെ താൽക്കാലികമായി ദുർബലപ്പെടുത്തുകയുണ്ടായി. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, എങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ, ഹോം റൂൾ മൂവ്മെൻറ്റ്സ്. ശ്രദ്ധിക്കുക. ഹോം റൂൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? എന്നാൽ നമുക്ക് പഠിക്കാമല്ലോ. ഒന്നാം ലോക യുദ്ധ സമയത്ത്, ഏത് വർഷമാണെന്നറിയുമോ കൂട്ടുകാർക്ക്? ഇല്ലല്ലേ? 1914, 1914 ഒന്നാം ലോക യുദ്ധ സമയത്ത് ബ്രിട്ടൻ്റെ പക്ഷത്താണ് ഇന്ത്യയെന്ന് ബ്രിട്ടൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഒന്നാം ലോക യുദ്ധാനന്തരം സ്വയംഭരണാവകാശം ഇന്ത്യക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരെ സഹായിച്ചു? ബ്രിട്ടനെ സഹായിച്ചു. ഈ സമയത്ത് സ്വയംഭരണാവകാശങ്ങൾ അല്ലെങ്കിൽ ഭരണാനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്കായിട്ട് ആനി ബസൻറ്റും ബാലഗംഗാധര തിലകും ചേർന്ന് 1916 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. ഇൻ 1916, 1916 ഹോം റൂൾ മൂവ്മെൻറ്റ്സ് ആരംഭിച്ചു. ലിസൺ, ദ കോൺഗ്രസ് സപ്പോർട്ടഡ് ബ്രിട്ടൻ ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ വിത്ത് ദ ഹോപ്പ് ദാറ്റ് India would be granted autonomy after the war. During this time, the home rule movements led by Annie Besant and Bal Gangadhar Tilak kept the national movement alive. ബാലഗംഗാധര തിലക് ആരാന്ന് നമുക്കറിയാം. ആരാ? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച, ലോകമാന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന, മറാത്ത കേസരി എന്നീ 2 പത്രങ്ങൾ ആരംഭിച്ച, തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ മുഖ്യ വക്താവായിരുന്നു ആര്? ബാലഗംഗാധര തിലക്. എങ്കിൽ ആനി ബസൻ്റ് ആരാന്ന് നമുക്കറിയണ്ടേ? കൂട്ടുകാർക്കറിയണ്ടേ? ശരി, നമുക്കതൊന്ന് കണ്ടാലോ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബസൻ്റ്. കൂട്ടുകാർ, നേരത്തെ ഹോം റൂൾ എന്ന വാക്ക് ടീച്ചർ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ ഹോം റൂൾ എന്ന പദം എവിടുന്ന് വന്നതാണെന്നറിയുമോ? ഇല്ലല്ലേ? അയർലൻഡിലെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും കടമെടുത്തതാണ്. അയർലൻഡിലെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും കടമെടുത്ത പദമാണേതാ? ഹോം റൂൾ. എങ്കിൽ ആനി ബസൻ്റ് ആരാ? ദ ഐറിഷ് ലേഡി ഹു വാസ് അട്രാക്റ്റഡ് ടു ദ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ടുക്ക് Indian citizenship in 1893. She started home rule movements in 1916. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893
ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. അതായിരുന്നു ആനി ബസന്റ്. 1916 1916 ഷീ സ്റ്റാർട്ടഡ് ഹോം റൂൾ മൂവ്മെൻറ്റ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ശരി, എങ്കിൽ അടുത്ത് വീണ്ടും ഒരു പട്ടിക പൂർത്തിയാക്കുന്ന പ്രവർത്തനത്തിലോട്ടാണ് നാം കടക്കുന്നത്. റെഡിയാണല്ലോ? കൂട്ടുകാരൻ റെഡിയാണ്? പേനയും ബുക്കും റെഡിയാണ്. എങ്കിൽ ആ പൂർത്തിയാക്കാനുള്ള പട്ടിക നമുക്കൊന്ന് കണ്ടാലോ? ശരി, കണ്ടോളൂ. ആ പട്ടികയിൽ എന്താ എഴുതിയേക്കുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത കോളത്തിൽ മിതവാദ ദേശീയത. രണ്ടാമത്തെ പേരാരുടേതാണ്? ബാലഗംഗാധര തിലക്. അവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അവിടെ നമ്മൾ പൂരിപ്പിക്കണം. മൂന്നാമത്തെ പേരാരുടേതാണ്? മൂന്നാമത്തെ പേരും കൊടുത്തിട്ടില്ല. തൊട്ടിപ്പുറത്ത് അതിന് സഹായകമായ കാര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹോം റൂൾ പ്രസ്ഥാനം. അത് ആരുമായി ബന്ധപ്പെട്ടതെന്നാണ് നാം അവിടെ എഴുതേണ്ടത്. നാലാമത്തെ പേരാരുടേതാണ്? ആഗാഖാൻ. ആഗാഖാൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് തൊട്ടിപ്പുറത്തെ കോളത്തിൽ എഴുതും. All of you listen here once more. ഗോപാൽ കൃഷ്ണ ഗോഖലെ മോഡറേറ്റ് നാഷണലിസം. ബാൽ ഗംഗാധര തിലക് അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മൂന്നാമത്തെ പേര് കൊടുത്തിട്ടില്ല. നാലാമത് ഹോം റൂൾ മൂവ്മെൻറ്റ്. ലാസ്റ്റ് ആഗാഖാൻ. ആഗാഖാൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ അവിടെ എഴുതും. പ്രയാസമൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എങ്കിൽ എല്ലാ പേരും പെട്ടെന്നൊന്ന് ചെയ്തേ. ശരി, ഹാവ് യു ഫിനിഷ്ഡ്? എല്ലാ പേരും പൂർത്തീകരിച്ചോ? ഓക്കെ, പെട്ടെന്ന് പൂർത്തീകരിച്ചു അല്ലേ? മിടുക്കരാണല്ലോ. പൂർത്തീകരിച്ച പട്ടിക കാണണ്ടേ? ശരി, കണ്ടോളൂ. ഗോപാലകൃഷ്ണ ഗോഖലെ അവിടെ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? മിതവാദ ദേശീയത. രണ്ടാമത്തെ പേര് ബാലഗംഗാധര തിലക്. അവിടെ എന്താണ്? തീവ്ര ദേശീയത. മൂന്നാമത്തെ പേര് തന്നിട്ടില്ലായിരുന്നു, പക്ഷേ അതിന് സഹായകമായ കാര്യം അടുത്ത കോളത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനം. അപ്പോൾ ഇവിടെ എന്താ? ആനി ബസന്റ്. ഓക്കെ, വെരി ഗുഡ്. നാലാമത്തെ പേരാരുടേതായിരുന്നു? ആഗാഖാൻ. ആഗാഖാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതെ, സർവേന്ത്യ മുസ്ലിം ലീഗ് ഓർ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദ ദേശീയത, മോഡറേറ്റ് നാഷണലിസം. ബാലഗംഗാധർ തിലക് എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയത. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം, ഹോം റൂൾ മൂവ്മെൻറ്റ്. ആഗാഖാൻ സർവേന്ത്യ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. പൂർത്തീകരിച്ച പട്ടിക കണ്ടല്ലോ. അടുത്ത ലക്നൗ സന്ധിയിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ലക്നൗ പാക്ട്. ലക്നൗ സന്ധി അതെന്താണെന്ന് നോക്കണ്ടേ? ഓക്കെ, അതിനു മുൻപ് സൂറത്ത് പിളർപ്പ്, അതിൽ നമ്മൾ കുറച്ച് കാര്യം ഓർമ്മയിൽ വയ്ക്കേണ്ടതുണ്ട്. എന്താണത്? എപ്പോഴായിരുന്നു സൂറത്ത് സമ്മേളനം നടന്നത്? കോൺഗ്രസിൻ്റെ സൂറത്ത് സമ്മേളനം 1907 1907 അല്ലേ? സൂറത്തിൽ വെച്ച്. ആ സമ്മേളനത്തിൽ എന്തോ സംഭവിച്ചുവല്ലോ. എന്താ സംഭവിച്ചത്? അതെ, സൂറത്ത് പിളർപ്പ്. കോൺഗ്രസ് പിളർന്നു അല്ലേ? അതിനകത്തുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തെ മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിൽ വഴിപിരിഞ്ഞു. അങ്ങനെ ദേശീയ പ്രസ്ഥാനം താൽക്കാലികമായി ദുർബലപ്പെട്ടു നിൽക്കുകയാണ്. അതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത്. ദേശീയ പ്രസ്ഥാനം താൽക്കാലികമായി ഇറ്റ് ടെമ്പററിലി വീക്കൺ ദ നാഷണൽ മൂവ്മെൻറ്റ്. എന്നാൽ ഈ ലക്നൗ സന്ധിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയണ്ടേ? സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഈ ലക്നൗ സമ്മേളനത്തിൽ, അതായത് ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിലനിൽക്കുന്ന ഈ സമയത്ത് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ വച്ച് വഴിപിരിഞ്ഞ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചു ചേർന്നു. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞ മിതവാദികളും തീവ്ര ദേശീയവാദികളും കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ 1916 1916 ലക്നൗ സമ്മേളനത്തിൽ ഒന്നിച്ചു ചേർന്നു. ജോയിൻ ടുഗദർ. മാത്രമല്ല, സർവേന്ത്യ മുസ്ലിം ലീഗുമായി ഒന്നിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കാനും തീരുമാനിച്ചു. ഇതാണ് ലക്നൗ സന്ധി, ലക്നൗ പാക്ട്. The Lucknow session of the Indian National Congress was held in 1916 when the Home Rule movements were active. The moderates and the extremists, those who split in the Surat session, were decided to give up their difference of opinion and join together. They also cooperate with
ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇൻ ദ ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസ്. കൂട്ടുകാരെ, ഈ ലക്നൗ സന്ധിയോടുകൂടി ഈ അധ്യായം, ഈ 4ാമത്തെ അധ്യായം ഇവിടെ തീരുകയാണ് അല്ലേ? ഈ അധ്യായത്തിൻ്റെ പേരെന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താ? ഇന്ത്യ പുതുയുഗത്തിലേക്ക്, ഇന്ത്യ ടുവേഴ്സ് ന്യൂ ഇറ, പുതുയുഗത്തിലേക്ക്. ഇതിൽ നമ്മൾ ആദ്യം മുതൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയാലോ? ഓർക്കാമോ? സെവറൽ സോഷ്യൽ ഈവിൾസ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ നിലനിന്നിരുന്നു. ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ച് പഠിച്ചു. സോഷ്യൽ റീഫോമേഴ്സ് ആരൊക്കെയായിരുന്നു? രാജാ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവു ഫുലെ, പണ്ഡിത രമാബായ്, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവർ അല്ലേ? അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവർ ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ വിശദമായി പഠിക്കുകയുണ്ടായി. അതിനുശേഷം പഠിച്ചത് എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ദേശീയ ബോധം വളരുന്നു അല്ലേ? ദ എമർജൻസ് ഓഫ് നാഷണലിസം. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ഒരു ബോധ്യം. എമർജൻസ് ഓഫ് നാഷണലിസം. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ പഠിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രധാന ലക്ഷ്യങ്ങൾ പഠിച്ചു. കോൺഗ്രസ് രൂപീകരിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ, ദ മേജർ എയിംസ്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ ഇറ. ഇത് ഓരോന്നും നമ്മൾ വിശദമായി പഠിച്ചു. ഈ മിതവാദ ദേശീയ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? പീസ്ഫുൾ മെഷേഴ്സ്. ആരൊക്കെയായിരുന്നു പ്രധാന നേതാക്കൾ? ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത ആൻഡ് ഗോപാലകൃഷ്ണ ഗോഖലെ. എങ്കിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ലാൽ ബാൽ പാൽ. ദേവയ ജോയിൻലി നോണസ് ലാൽ ബാൽ പാൽ. ലാൽ ലാല ലജ്പത് റായ്, ബാൽ ബാലഗംഗാധര തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. ലാൽ ബാൽ പാൽ. അത് കൂട്ടുകാർ ഒരിക്കലും മറക്കില്ല, ടീച്ചർക്കറിയാം. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? വയലൻറ്റ് മെഷേഴ്സ്. മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൽ പീസ്ഫുൾ മെഷേഴ്സ് ആയിരുന്നു എങ്കിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ വയലൻറ്റ് മെഷേഴ്സ് അല്ലേ? ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അതുമാത്രമോ അല്ല, പിന്നെന്താണ്? പൊതുജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇൻസ്പയർ ദ മാസ്. പൊതുജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ. 1906 ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ പഠിച്ചത്? സൂറത്ത് പിളർപ്പ് അല്ലേ? 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിൽ വെച്ച് ചേർന്നു. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തെ മിതവാദികളും തീവ്ര ദേശീയവാദികളും അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും സൂറത്ത് പിളർപ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് പിളരുകയും ചെയ്തു. അവർ വഴിപിരിഞ്ഞു. അങ്ങനെ താൽക്കാലികമായി ഇറ്റ് ടെമ്പററിലി വീക്കൺ ദ നാഷണൽ മൂവ്മെൻറ്റ്. ഈ താൽക്കാലികമായി ദുർബലപ്പെട്ട ദേശീയ പ്രസ്ഥാനം എപ്പോഴാണ് വീണ്ടും കരുത്താർജിച്ചത്, ശക്തിയാർജിച്ചത്? അതെ, ഏത് സന്ധിയിലാണ്? ലക്നൗ പാക്റ്റിൽ. വെരി ഗുഡ്, മിടുക്കർ. ലക്നൗ പാക്റ്റിൽ 1916 ലക്നൗ പാക്റ്റിൽ, ലക്നൗവിൽ വച്ച് ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞ മിതവാദികളും തീവ്ര ദേശീയവാദികളും ജോയിൻ ടുഗദർ. മാത്രമല്ല ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. പിന്നെ ഹോം റൂൾ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചില്ലേ? അത് വിട്ടുപോയോ കൂട്ടുകാരെ? ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ഓർമ്മയുണ്ടോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചത്. അതായത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളിൽ തുടങ്ങി അവയെ നിർമ്മാർജ്ജനം ചെയ്തതും അങ്ങനെ നമ്മൾ ഒരു പുതുയുഗത്തിലേക്ക് ഇന്ത്യ എത്തി നിൽക്കുന്നതുമായ ഒരവസ്ഥ. അതാണ് ഈ അധ്യായത്തിലുടനീളം നമ്മൾ പഠിച്ചത്. ഒരു പ്രവർത്തനത്തിലോട്ടുകൂടെ പോയാലോ നമുക്ക്? റെഡിയല്ലേ? ദേശീയ പ്രസ്ഥാനത്തിൽ മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും പ്രവർത്തന രീതികൾ താരതമ്യം ചെയ്യുക. കമ്പയർ ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ മോഡറേറ്റ്സ് ആൻഡ് ദ എക്സ്ട്രീമിസ്റ്റ്. എഴുതിയാൽ മാത്രം മതിയോ? അല്ലല്ലേ, പിന്നെന്താ ചെയ്യുക? അധ്യാപകർക്ക് അയച്ചു കൊടുക്കും. ഈ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി വരികയാണല്ലേ? ഈ സമയത്ത് കൂട്ടുകാരും പുറത്തിറങ്ങണ്ട,
സുരക്ഷിതരായി വീട്ടുകാരോടൊപ്പം നമ്മുടെ വീടുകളിൽ തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ ടീച്ചറിൻ്റെ നമസ്കാരം.